ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നെയ്യപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കാൻ. പുറം ഭാഗമൊക്കെ നല്ല മൊരിഞ്ഞും അകം നല്ല സോഫ്റ്റായും ഇരിക്കുന്ന നെയ്യപ്പം എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അതിനായി 2 കപ്പ് ശർക്കര നമുക്ക് 1 കപ്പ് വെള്ളവും ഒഴിച്ച് ഉരുക്കാൻ വയ്ക്കാം. ഇവിടെ എടുത്ത അരിയുടെ അളവിന് ഈ മധുരം കറക്റ്റാണ്. ഒരു നൂൽ പരുവമാകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് ഉരുകി വന്നാൽ മതി. അതിനുശേഷം അത് ചൂടാറാൻ വയ്ക്കണം. ശർക്കര എടുത്ത കപ്പിന് തന്നെ 3 കപ്പ് അരി ഞാൻ 6 മണിക്കൂർ മുമ്പ് കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. അത് വെള്ളം വാലാൻ വെച്ച് നമുക്ക് പകുതി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് പകുതി ശർക്കര പാനിയും ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനിക്ക് ചെറു ചൂടുണ്ടാകണം, അധികം തണുത്തു പോകരുത്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും 4 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. 2-3 പിഞ്ച് ഉപ്പും 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നെയ്യപ്പത്തിന് എന്തായാലും നെയ്യ് വേണമല്ലോ. നമുക്ക് 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് തരിതരിപ്പായി അരച്ചെടുക്കാം. തീരെ മഷി പോലെ അരഞ്ഞു കഴിഞ്ഞാൽ നെയ്യപ്പം ശരിയാവില്ല കേട്ടോ. അപ്പോൾ അരയ്ക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ബാക്കി അരിയും കൂടെ നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കാം. പകുതി ശർക്കരപ്പാനി ഇരിക്കുന്നതും കൂടെ അരിച്ചൊഴിച്ചു കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ തരിയോടുകൂടി അരച്ചെടുക്കാം. ബാക്കിയും കൂടെ നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം 6 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നെയ്യപ്പം ചുടുന്നതിന് തൊട്ട് മുമ്പായി നമുക്ക് തേങ്ങ വറുത്തിടണം. ഒരു ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് വറുത്തെടുക്കണം. കൂടുതൽ തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല. 1 കപ്പ് അരിക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്താൽ മതി കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. ആ ചൂടിൽ അതൊന്ന് ഫ്രൈ ആയി കിട്ടും. തണുത്തതിന് ശേഷം നമുക്ക് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ദോശമാവിൻ്റെ പരുവത്തിൽ മാവിരിക്കണം. കൂടുതൽ കട്ടിയാകാനും പാടില്ല, കൂടുതൽ ലൂസായി പോകാനും പാടില്ല. ഇവിടെ ഞാൻ നേരത്തെ തന്നെ എണ്ണ ചൂടാവാൻ വച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഓരോ തവി മാവ് വീതം ഒഴിച്ചു കൊടുക്കാം. ഇതിന് പ്രധാനമായിട്ട് നോക്കേണ്ടത് എണ്ണയുടെ ചൂടാണ് കേട്ടോ. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലോ ലോയിലോ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. കറക്റ്റ് ചൂടാണെങ്കിൽ അത് നല്ല കുമിളച്ച് പൊങ്ങി വരും. എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം അത് ലോയിലേക്ക് ആക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ ഒരെണ്ണം കൂടി ഒഴിച്ചു നോക്കാം. അത് നന്നായി കുമിളച്ച് വന്നിട്ടുണ്ട്. കൂടുതൽ ചൂടാണെങ്കിൽ തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇടയ്ക്ക് നന്നായി പൊങ്ങി വന്ന് ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി അത് കോരിയെടുക്കാം. എല്ലാവരും ഉറപ്പായി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നമ്മുടെ വീട്ടിൽ തന്നെ ശുദ്ധമായ എണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ആരോഗ്യത്തിനും നല്ലതാണല്ലോ.
എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.